ഡബിങ്ങിന്റെ ഒക്കെ സ്പീഡേ നമ്മൾ ഈ സ്റ്റുഡിയോ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പറ്റുന്ന അങ്ങനെ പറ്റുന്നൊരു നിയമം ഇല്ലെങ്കിൽ അങ്ങനെ കാണുന്നൊരു രൂപത്തിലൊന്നും ആയിരിക്കില്ലല്ലോ സുകുമാരിയമ്മ വരുമൊക്കെ ചെയ്യുന്നത്. സെറ്റുമുണ്ട്, കയ്യിലൊരു ബാഗ്, കുറി, ചില പൊതികള്, കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട്. അപ്പം പല സ്റ്റുഡിയോകളിലും ഈ റെക്കോർഡിസ്റ്റ് ചിലപ്പോൾ സീനിയർ ആയിക്കോളാൻ നിർബന്ധമൊന്നുമില്ല. ചെറുപ്പക്കാര് ജസ്റ്റ് ഈ സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ചു വന്നിട്ടുള്ള, അതും അവരുടെ അനുഭവത്തിലും മിക്ക ആർട്ടിസ്റ്റുകളും ഡയലോഗ് പറഞ്ഞിട്ട് അത് പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ ആ നമ്മൾ പൈലറ്റ് പറഞ്ഞത് ഒരു പ്രോംപ്റ്റിംഗ് പോലെ കേട്ട് പറഞ്ഞ ശേഷം മൊത്തമായിട്ട് പിടിച്ച് പുറകോട്ട് വെച്ചിട്ടൊക്കെയാണ് പല നടന്മാരും ചെയ്യുന്നത്. ഞാനൊരു ദിവസം ഒരു ഡബിങ് കണ്ടിട്ട് ഞാനൊരു ചെടി ചെല്ലുമ്പോൾ സുമാരിയമ്മ ഡബ് ചെയ്യുന്നുണ്ട്. നോക്കുന്നു പറയുന്നു എന്തോ ഒരു ഈസി ആയിട്ടാണ് ഇങ്ങനെയുള്ള സീനുകളിൽ ഇവര് ഡബ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് വലിയല്ലോ. കാരണം ഒരുപക്ഷെ ആ സമയത്തൊക്കെ ഇവർ ഒന്നിച്ച് നിന്നിട്ടുള്ള ഡബിങ് പരിപാടികൾ ചെയ്തിട്ടുള്ളൊരു ശീലം കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്, അല്ലേ? കാലത്ത്